വഖഫ് നിയമം നീതിക്ക് നിരക്കുന്നതല്ല എന്നും അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെ ലോകസഭയിൽ പിന്തുണയ്ക്കും എന്നുമുള്ള കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന്റെ പ്രഖ്യാപനം മുനമ്പം സമരസമിതിയിലെ അംഗങ്ങൾ മാത്രമല്ല കേരളത്തിലെ മതേതര വിശ്വാസ സമൂഹം മുഴുവനും ഏറെ ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയുമാണ് കേട്ടത്. അത് വളരെ ആത്മാർത്ഥപൂർണവും സത്യസന്ധവുമായ അഭിപ്രായവും ഉറച്ച നിലപാടും ആണ് എന്ന് വിശ്വസിച്ച് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പോലും ആ പ്രഖ്യാപനത്തിന് പൂർണ്ണ പിന്തുണ നൽകി പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഫ്രാൻസിസ് ജോർജ് എടുത്ത ധീരമായ നിലപാടിനെ സീറോ മലബാർ സഭ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കുറിച്ച് മീഡിയ കമ്മീഷൻ അഭിപ്രായപ്പെട്ടത്. എന്നാൽ കേരളത്തിലെ എല്ലാ മതേതര വിശ്വാസികളെയും ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് തൻ്റെ നിലപാട് ഇന്നലെ മാറ്റിപ്പറഞ്ഞു. എന്താണ് പെട്ടെന്നുള്ള ഈ മലക്കമറിച്ചിലിൻ്റെ പിന്നിലെ കാരണം? പൊളിറ്റിക്കൽ ഇസ്ലാമിനും അതിൻ്റെ രാഷ്ട്രീയ മുഖമായ മുസ്ലിം ലീഗിനും മുന്നിൽ ഭയപ്പെട്ട് കുമ്പിട്ട് നിൽക്കുന്ന UDFിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗും UDFിലെ വെല്ലിയേട്ടനായ കോൺഗ്രസും നൽകിയ കനത്ത സമ്മർദ്ദം തന്നെ ആണ് ഇങ്ങനെ പൊടുന്നനെയുള്ള ഒരു മലക്കമറിച്ചിലിൻ്റെ പിന്നിലെ കാരണം. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിത്തറയും നിലനിൽപ്പും ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളാണ് എന്ന് ഇക്കൂട്ടർ മറക്കുകയാണ്. താൽക്കാലിക നിലനിൽപ്പിനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി ഇത്തരം മലക്കമറിച്ചിൽ നടത്തുമ്പോൾ കേരള കോൺഗ്രസുകൾ നിറവേറ്റാതെ പോകുന്നത് അവരെ വളർത്തി വലുതാക്കിയ ക്രൈസ്തവ സമുദായത്തോടുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. മറക്കരുത്. വഖഫ് നിയമത്തിനും അതിനെ പിന്തുണയ്ക്കുന്നതിനാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും എതിരെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിച്ച് ഇത്തരം നിലപാട് മാറ്റങ്ങൾ നടത്തുമ്പോൾ അതിന് ഏറ്റവും വലിയ വില കൊടുക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ക്രിസ്ത്യൻ സമുദായങ്ങൾ നേരിടുന്ന മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങളെ അവഗണിച്ച് ഇസ്ലാമിക പ്രീണന നിലപാടുകളോട് യോജിച്ച് നിന്നാൽ കേരള കോൺഗ്രസുകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ആത്മപരിശോധന നടത്തുക. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളും മുസ്ലിം ലീഗും UDF സംവിധാനത്തെ വിലക്കെടുത്ത് കഴിഞ്ഞു എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ നിലപാട് മാറ്റം തെളിയിക്കുന്നത്. തങ്ങളുടെ അജണ്ടകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും ജനപ്രതിനിധികളെ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ സംഘടിത ശക്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരെടുക്കുന്ന നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു അവസ്ഥ അവസാനിക്കണമെങ്കിൽ കേരള കോൺഗ്രസുകൾ അവരുടെ യഥാർത്ഥ ശക്തി വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഒരു കാലഘട്ടം വരെ ക്രൈസ്തവ സമുദായത്തിൻ്റെയും കർഷക സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീക്ഷയും ശക്തിയും കേരള കോൺഗ്രസുകളായിരുന്നു. ആനയെയും പുലിയെയും കാട്ടുപോത്തിനെയും നേരിട്ട് വളർന്ന ഒരു ജനസമൂഹമായിരുന്നു അന്ന് കേരള കോൺഗ്രസിൻ്റെ അടിത്തറ. 25 MLA സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കേവലം 7 MLA മാത്രമുള്ള ആ അവസ്ഥയിലേക്ക് കേരള കോൺഗ്രസുകൾ അധപ്പതിച്ചതിൻ്റെ പിന്നിൽ പിളർപ്പിനും അപ്പുറത്ത് അവരെടുത്ത ഇത്തരം സാമുദായിക വിരുദ്ധ നിലപാടുകൾ ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഫലം നിലനിൽപ്പിന് വേണ്ടി ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ട നാണം കെട്ട അവസ്ഥ ആ പാർട്ടിയിലെ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുകയാണ്. ലവ് ജിഹാദ് വിഷയത്തിലും മുനമ്പം വിഷയത്തിലും ആ പാർട്ടികളിലെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു നട്ടെല്ലുമില്ലാതെ മാറ്റി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇനി ഇത്തരം അവസരവാദ രാഷ്ട്രീയ നിലപാടുകളെ തിരിച്ചറിഞ്ഞ് കാലഘട്ടത്തിനനുസരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്താൻ ക്രൈസ്തവ സമുദായത്തിനും സമുദായ നേതൃത്വത്തിനും കഴിയണം. ക്രൈസ്തവ സമുദായത്തിന് ഹാനികരമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നവർ അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവനെ മാറ്റി നിർത്തണം. സമുദായത്തിന് അനുകൂലമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവർ അവരേത് പാർട്ടിക്കാരാണെങ്കിലും അവരെ പിന്തുണയ്ക്കാൻ ക്രൈസ്തവ സമുദായം പരിശീലിക്കണം. എന്നാൽ മാത്രമേ ക്രൈസ്തവരുടെ വോട്ടിനു കൂടി വിലയുണ്ട് എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയുകയുള്ളൂ.